from you guys. And of course, ഇനി Q&A സെഷൻ ആണ് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സിനിമ കണ്ടത് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ടാവും. And we'll start with our director, sir. You can ask questions and you can talk about the movies now. എല്ലാവരും സംസാരിച്ചതിന് ശേഷം we can do the question and answer. All right. And എനിക്ക് തോന്നുന്നു നമുക്ക് ടെക്നീഷ്യൻസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? എഡിറ്റർ, റൈറ്റർ സർ, സുനിൽ സർ പ്ലീസ്. ഗുഡ് ഈവനിങ്. മുൻവാക്ക് വിനോദ് പറഞ്ഞതുപോലെ തന്നെ ഒരു 80കളുടെ അവസാനത്തിൽ 90കളുടെ ആദ്യം കേരളത്തിലെ കൗമാരക്കാരായ ഒരു സംഘം നൃത്തത്തിൽ അഭിനിവേശം തോന്നിയ ഒരു സംഘത്തിൻ്റെ കഥയാണ്. അപ്പോൾ നൃത്തമാണ് ഇതിൻ്റെ പ്രധാന ചേരുവ, ഡാൻസാണ്, വെസ്റ്റേൺ ഡാൻസാണ് ഇതിൻ്റെ പ്രധാന ചേരുവ. പക്ഷെ അവരുടെ ജീവിതവും അവരുടെ ആ നൃത്തത്തോടുള്ള അഭിനിവേശവും അത് അവരുടെ ജീവിതങ്ങളിൽ ഉണ്ടാക്കുന്ന അനുരണനങ്ങൾ നമ്മുടെ സിനിമയിൽ നമുക്ക് വളരെ സത്യസന്ധമായി ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ഡാൻസറുടെയും ജീവിതം ഈ സിനിമയുടെ കഥാരൂപീകരണം വിനോദിൻ്റെ പേഴ്സണലായ കുറേ അനുഭവങ്ങളിൽ നിന്നാണെങ്കിലും അതിനുശേഷം നമ്മൾ കേരളത്തിൽ ഉടനീളം ഒരു പഠനം നടത്തുമ്പോൾ, ഒരു റിസർച്ച് നടത്തുമ്പോൾ ഇതേപോലെ ഈ 80കളിൽ 90കളിൽ ഈ ഡാൻസിന് പിന്നാലെ, ബ്രേക്ക് ഡാൻസിനും ഇതിന് പിന്നാലെ നടന്ന ഒരു പിടി ആളുകളെ നമുക്ക് കാണാൻ സാധിച്ചു. 100 കണക്കിന് ലോക്കൽ ജാക്സന്മാരുടെ ജീവിതങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ അവരുടെ ജീവിതം ഒരു വേദിയിൽ നമ്മൾ കാണുന്ന ഒരു ഡാൻസറുടെ ജീവിതം മാത്രമല്ല, അതിൽ ദുരന്തങ്ങളുണ്ട്, അതിനകത്ത് സന്തോഷത്തിൻ്റെയും നഷ്ടത്തിൻ്റെയൊക്കെ ഒരുപാട് കഥകൾ അതിൽ ഉൾച്ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കഥകൾ കൂടി കടന്നു വരുമ്പോൾ മാത്രമേ നൃത്തത്തെ ബേസ് ചെയ്യുന്നതാണെങ്കിൽ പോലും ഈ ചിത്രം പൂർണ്ണമാകുള്ളൂ എന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് ജീവിതം ഈ സിനിമയിലെ ഒരു പ്രധാന ചേരുവയാണ്. അത് ജീവിതമാകുമ്പോൾ തന്നെ അതിന് കൃത്യമായ ഒരു വീക്ഷണഗതിയുണ്ട്, അതായത് അതിൻ്റെതായ പൊളിറ്റിക്സ് ഉണ്ട് ഈ സിനിമയിൽ. അപ്പോൾ അതെല്ലാം ഉൾച്ചേരുന്നൊരു പാക്കേജാണ് മൂൺവാക്കിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ 80s-ലും 90s-ലും മാത്രമുള്ള ബ്രേക്ക് ഡാൻസേഴ്സിന് അപ്പുറത്തേക്കുള്ള ഒരു ജനറേഷനുണ്ട്. അവർക്കും അവരുടെ, ഞാൻ ആ കൂട്ടത്തിൽ വന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇവർ പറഞ്ഞിരിക്കുന്ന കഥകളൊക്കെയും കഥകളുടെ ചർച്ചകളിലും ഞാനും ഭാഗമായിട്ടുണ്ട്. അപ്പം എനിക്കും മനസ്സിലാകുന്നത് ഞങ്ങളുടെ ജനറേഷനിലേക്ക് വരുമ്പോഴും ഇതിലുണ്ടാകുന്ന കോറായിട്ടുള്ള എക്സ്പീരിയൻസുകളെല്ലാം സെയിമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏത് തലമുറയുടെ അടുത്ത് എപ്പോൾ പറഞ്ഞാലും പറയപ്പെടേണ്ട കഥയാണെന്ന് ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഞങ്ങൾക്കുണ്ടായിരുന്നു. കഥ മുന്നോട്ട് പോവുകയും ഈ പറഞ്ഞ റിസർച്ചുകൾ നടക്കുകയും അതിനുശേഷം അഭിനേതാക്കളോട് ഇതിൻ്റെ കഥ പറയുകയും കഥ സംസാരിക്കുകയും കഥ ചർച്ച ചെയ്യുമ്പോഴുമൊക്കെ ആ ജനറേഷനുകളിലൂടെ ഇത് മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇന്ന് ഈ സിനിമ പുറത്തു വരാനുള്ളൊരു പ്രധാനപ്പെട്ട പ്രചോദനമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനു വേണ്ടി എല്ലാവരും കണക്ട് ചെയ്തിരിക്കുന്ന എനർജി പ്രേക്ഷകരിലേക്കും എത്തുമുള്ള പ്രതീക്ഷയിൽ തന്നെയാണിത് ചെയ്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് സർ. ഹായ്, ഗുഡ് ഈവനിങ്. ഇതുപോലെ ഒരു മെയ് മാസം ഭയങ്കര മഴ പെയ്യുന്ന സമയത്താണ് ഞാൻ ഫസ്റ്റ് ടൈം ഈ കഥ ഡയറക്ടർ എന്നോട് പറയുന്നത്. കഴക്കൂട്ടത്ത് വെച്ചിട്ട്, കഴക്കൂട്ടത്താണ് ഈ കഥ ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതുപോലെ തന്നെയായിരുന്നു മഴ. ഇന്ന് സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും മഴയാണ്. അന്ന് ആ കഥ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അതിഭീകര മഴ, മരങ്ങൾ ഒടിഞ്ഞു വീണ് നമ്മൾ പറഞ്ഞ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ മരം വീണ് കിടക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നാണ് ഞാൻ ഈ കഥ കേൾക്കുന്നത്. അതിനുശേഷം ആ കഥ കേട്ടപ്പോൾ എനിക്കുണ്ടായ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് 12 വയസ്സുള്ളപ്പോഴായിരിക്കും ഞാൻ ആദ്യമായിട്ട്, ഞാൻ 90s-ലാണ് അത് ആദ്യമായി ബ്രേക്ക് ഡാൻസ് കാണുന്നത്. ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഒരു സ്കൂളിൽ കുറച്ച് കുട്ടികൾ ഈ ബ്രേക്ക് ഡാൻസ് ചെയ്താണ് ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത്. ആ ബ്രേക്ക് ഡാൻസ് അതിനെ കുറിച്ചിട്ടാണ് ഈ സിനിമ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം കടന്നുപോയത് അന്ന് ഞാൻ കണ്ട ആദ്യത്തെ ആ വിഷ്വലുകളായിരുന്നു. ആ കാഴ്ചയിൽ നിന്ന് പിന്നെ പുള്ളി കഥ പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അവസാനം എനിക്ക് തോന്നിയത് എന്താണ്, ഇത് കല എന്ന് പറയുന്ന ഒരു സാധനം, ആർട്ടിസ്റ്റ് ഓൺ ടോപ്പ് ഓഫ് എവ്രിതിങ്. അതായത് എന്താണ്, ജാതി മത വർണ്ണ വർഗ
ഇതിനൊന്നിനും എന്താണ് ആർട്ടിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. ആർട്ട് ഈസ് എവറിത്തിങ്. അത് എന്താണ് ആർക്കും അതിനെ തടഞ്ഞു വെക്കാൻ പറ്റില്ല. അങ്ങനെയാണ് വിനോദേട്ടൻ ലാസ്റ്റ് ആ കഥ പറഞ്ഞു നിർത്തിയത്. പിന്നെ അതിനുശേഷം ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 വർഷത്തോളം എന്താണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഓഡിഷൻ ചെയ്തു, അവരെ സെലക്ട് ചെയ്തു. അതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ്, ഇവരെല്ലാം ഭീകരമായി തയ്യാറായിരുന്നു. അവിടേക്കാണ് ഞാൻ എൻ്റർ ചെയ്യുന്നത്. അതെനിക്കൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സെയിം എക്സ്പീരിയൻസ് എനിക്കുന്നത് തിയേറ്ററിൽ ഞാൻ സൈഡിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് ഈ സിനിമ, എങ്കിലും ഞാൻ സൈഡിൽ നിന്ന് കാണുന്ന പ്രേക്ഷകരെ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ എഫക്റ്റ് എനിക്ക് എല്ലാവരുടെ ഫേസിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ഫേസിൽ നിന്ന് എനിക്ക് കാണാൻ പറ്റി. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. അടുത്തതായിട്ട് കൊറിയോഗ്രാഫി ചെയ്ത ശ്രീജിത്ത് സർ. താങ്ക് യു. ഇതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു, ഒന്നും പറയാനില്ല. കാരണം ഇതൊരു 87-88 കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത്, ഈ ബ്രേക്ക് ഡാൻസായിട്ട് കാണുന്നത്. അങ്ങനെയാണ് എൻ്റെ തുടക്കം. അങ്ങനെയുള്ള ആ കാലഘട്ടം മുതൽ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ സാറിനോട് ഷെയർ ചെയ്യുകയും, അത് മാത്രമല്ല സാറ് വേറെ കുറേ അധികം ബ്രേക്ക് ഡാൻസേഴ്സിൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള സാറിൻ്റെയും എൻ്റെയും അടുത്ത സുഹൃത്തുക്കളായിട്ട് ഒത്തിരി പേരോട് സംസാരിച്ച് അവരുടെ വളരെ ഡീപ്പായിട്ടുള്ള കാഴ്ചപ്പാടുകളും അവരുടെ എക്സ്പീരിയൻസും വെച്ചിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെയാണ് തുടക്കം. പക്ഷേ ഇതിലേക്ക് വന്നപ്പം എന്നെ അതിശയിപ്പിച്ചത്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നിയത് ഈ ഒരു 3 months ഇവരുടെ ട്രെയിനിങ് ആയിരുന്നു. അത് കുറച്ച് എങ്ങനെയായിരിക്കും ഇവരെ കൊണ്ടെത്തിക്കുക എന്നുള്ളതൊരു ടാസ്ക് പോലെ ആദ്യം തോന്നിയിരുന്നു. പക്ഷേ എല്ലാവരും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എല്ലാവരും, ഒത്തിരി നമ്മുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും വളരെയധികം പിന്നിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ഒരു സക്സസ് മൂവിയിലേക്ക് എത്താൻ പറ്റിയത്. എല്ലാവരും ആർട്ടിസ്റ്റുകളായാലും എല്ലാവരും വളരെയധികം കുറേ നാളുകളുടെ ട്രെയിനിങ്ങിലൂടെയാണ് ഇവർക്ക് അത് പോസിബിൾ ആവാൻ സാധിച്ചത്. അത് മാത്രമല്ല സാറിന് വ്യക്തമായി ഇതിനൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. എങ്ങനെ വേണം, എങ്ങനെ ഇരിക്കണം, അല്ല എന്താണ് ഇതിൻ്റെ ഔട്ടർ വരേണ്ടത് എന്ന് വ്യക്തമായ ധാരണ വിനോദ് സാറിനുണ്ടായിരുന്നു. അതിലേക്ക് എത്താനായിട്ട് ഞാനും കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ മാക്സിമം സമയവും റെഫറൻസുകളും എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസും എല്ലാം ഞാൻ അതിനകത്ത് വിനിയോഗിച്ചിട്ടുണ്ട്. കുറെ കൂടുതൽ കാര്യം പറയണമെന്നുണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുമാത്രമല്ല ഈ ആ കാലഘട്ടത്തിനായതുകൊണ്ട് എത്രത്തോളം ക്വസ്റ്റ്യന് പ്രാധാന്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും നമുക്ക് നോക്കാം, ചില എക്സ്പീരിയൻസുകൾ ഞാൻ ഷെയർ ചെയ്യാം. എനിവേ താങ്ക് യു സോ മച്ച്. Thank you so much, sir. And now we are moving to the actors. We'll start with Meenakshi. Anuj, sir. Oh, I'm extremely sorry, dear. I'm extremely sorry. And please, sir, what do you want to say? വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എനിക്ക് കൂടുതൽ പറയാനൊന്നും വാക്കുകൾ കിട്ടുന്നില്ല. അത്തരം ഒരു മൊമെൻറ്റിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. നമ്മളെല്ലാവരും ഒരു ടീമായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്തതും. നമ്മുടെ പയ്യന്മാരാണെങ്കിലും എല്ലാവരും എന്താണ് എനിക്കിപ്പം പറയുന്ന പോലെ വാക്കുകൾ കിട്ടുന്നില്ല. അത് ഓക്കെ. Thank you so much, sir. As he said earlier, vibrant team എന്ന് വേണം പറയാൻ, അല്ലേ? ബിക്കോസ് ഇവിടെ ഓരോരുത്തരെ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ തന്നെ എന്തൊരു ചിയറിംഗ് ആയിരുന്നു, എൻ്റെ ദൈവമേ. ആൻഡ് യു ഗൈസ് ആർ ജസ്റ്റ് ഫെൻറ്റാബുലസ്. യു ഗൈസ് ഡിഡ് എ വണ്ടർഫുൾ ജോബ്. ആൻഡ് വിൽ സ്റ്റാർട്ട് വിത്ത് മീനാക്ഷി. മീനാക്ഷി, പ്ലീസ് ഷെയർ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എനിക്ക് ഒരു സിനിമ സെറ്റിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ശരിക്കും. നേരത്തെ ഇപ്പോൾ അൻസാർക്ക പറഞ്ഞതുപോലെ ഇവർ ഒരു 3-4 മാസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ പറഞ്ഞു. അപ്പം ഇവർ ഓൾറെഡി ഒരു ടീം ഫോം ചെയ്തിട്ടുണ്ട്. ഇവർ എല്ലാവരും തമ്മിലൊരു ബോണ്ടുണ്ട്. അതിലേക്കാണ്
നമ്മൾ കുറച്ച് പേര് ചെല്ലുന്നത്, നമ്മുടെ ഗേൾസ് ടീം ചെല്ലുന്നത് ആ ഒരു ഇവരുടെ ആ ഒരു ബോണ്ടിൻ്റെ ഇടയിലേക്കാണ്. പക്ഷേ അതിന് ശരിക്കും നമ്മുടെ മൂൺ വോക്കേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ചെയ്ത ആർട്ടിസ്റ്റുകൾക്ക് വേണം ആദ്യം ഒരു താങ്ക്സ് പറയാൻ. ബിക്കോസ് അവരാണ് നമ്മളെ ശരിക്കും കംഫർട്ടബിൾ ആക്കിയത്. ഇപ്പം നമ്മൾ കണ്ടുപരിചയം, ഇപ്പോൾ സ്ക്രീനിൽ പോലും കണ്ടുപരിചയമില്ലാത്ത മുഖങ്ങളാണ്. അപ്പോൾ പെട്ടെന്ന് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇറ്റ് മൈറ്റ് മേക്ക് എസ് ചെറിയ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അവർ വളരെയധികം നമ്മളെല്ലാവരെയും കംഫർട്ടബിൾ ആക്കി. ഇപ്പോഴും കുറേ നാൾ കഴിഞ്ഞിട്ട് അവരെ കാണുകയാണെങ്കിലും നമ്മൾ അന്ന് കണ്ട അതേ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഉണ്ട്. അത് നമ്മളെ എന്താ പറയുക, ആ സെറ്റിൽ അത്ര ആക്റ്റീവാക്കി നിർത്താനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും എനർജറ്റിക് ഒരു സെറ്റായിരുന്നു. എല്ലാവരും ഒരുപോലെ ഒത്തിരി ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ചെയ്ത ഒരു സിനിമ കൂടെയാണ്. എൻ്റെ വെരി ഫസ്റ്റ് ഫിലിം ആയതുകൊണ്ട് എനിക്ക് വളരെ ക്ലോസ് ടു ഹാർട്ടാണ്. ഒത്തിരി ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സിനിമയാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മൂൺ വാക്ക് ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങി അത് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓവർവെൽമിംഗ് ആണ്. അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഒരുപാട് സന്തോഷം. എനിക്കുറപ്പാണ് മീനാക്ഷിയെ പോലെ തന്നെ ഇവിടെ എന്താ പറയുന്നത്, ഫസ്റ്റ് മൂവി അല്ലെ, പുതുമുഖങ്ങളാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ എല്ലാവരുടെയും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ ആദ്യമായിട്ട് മുഖം കണ്ട ദിവസമാണ്. സോ ഓവർവെൽമിംഗ് ആണ് ഡെഫിനറ്റ്ലി. ആൻഡ് വാട്ട് യു വാണ്ട് ടു സേ ഡിയർ, എന്നാ പറയാനുള്ളത്, ഇപ്പോൾ എന്നാ തോന്നുന്നത്? ഇറ്റ് വാസ് കുറച്ച് സ്കേറി ആയിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ബട്ട് യെസ്, ഒബ്വിയസ്ലി സീയിങ് യുവർ സെൽഫ് ഓൺ ദ സ്ക്രീൻ ഇസ് സംതിങ് എൽസ്. ഇറ്റ് ഹാസ് ബിൻ എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. And like Meenakshi said, ഞാനും join ചെയ്യുന്നത്, when my journey started with the whole team, is after the 3 months of their workshop, and the character introduced Arnad is after 3 months of that. The acceptance into the team, even after them having that whole bond, including us into the team and not making us feel excluded, was the best part about it. Even after everything, throughout the promotions and everything, korchakku disconnect ayalum, again connecting and getting back to the same bond and making us feel like a team is the best experience that I have had personally. And I think it's the same for everybody as well. So yeah. And what about you, Harshada? For me, as they said about the joining, ഞാനും ഇതുപോലെ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ആയത് ആഫ്റ്റർ ദി ഓഡീഷൻ. അപ്പം അത് കഴിഞ്ഞ് ദി ബോണ്ടിങ് വാസ് വെരി ഈസി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര മിങ്കിളിങ് ആയിരുന്നു, സപ്പോർട്ടിങ് ആയിരുന്നു. ഈവൻ ഡയറക്ടേഴ്സ് ഐ ആസ്ക്ഡ് ഹിം ലൈക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. സോ എവറിത്തിങ് വാസ് പെർഫെക്റ്റ് ഇൻ ദി ലൊക്കേഷൻ. നല്ല ഫണ്ണായിരുന്നു. അതിലും ഏറ്റവും കൂടുതൽ ഞാൻ അവിടെ കണ്ടുകൊണ്ടിരുന്നത് വാസ് ദിസ് ബോയ്സ് ഹാർഡ് വർക്ക്. ഇവരുടെ ഹാർഡ് വർക്കാണ് ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ കണ്ടത്. ഓരോ പ്രാവശ്യവും ഡാൻസ് ചെയ്ത് സ്റ്റേജിൽ മൊത്തം ടയേർഡായി, ബട്ട് അഗെയിൻ ആ എനർജിയിൽ, സെയിം എനർജിയിൽ ആൻഡ് സെയിം വൈബിൽ അവരത് പ്രസൻറ്റ് ചെയ്യാന്ന് പറയുന്നത് ഓരോ ടേക്കേഴ്സ്. ഇപ്പോൾ ഒരാൾ തെറ്റിച്ചാൽ അടുത്ത ആൾ, എല്ലാവരും ഒരുമിച്ച് കളിക്കണമല്ലോ. അപ്പം അത് ഐ എം റിയലി അപ്രീഷിയേറ്റ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് ദം. കാരണം അവർ ഒത്തിരി കഷ്ടപ്പെട്ടു. നോട്ട് ഓൺലി ദം, ഓൾ ദി ടെക്നീഷ്യൻസ്, ആർട്ട്, എവറി വൺ. ഓരോ പ്രാവശ്യം റീസെറ്റ് ചെയ്യുക, ഒരു ടേക്ക് എടുത്തിട്ട് പിന്നെ റീസെറ്റ് ചെയ്യുക, അതൊക്കെ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ആസ് എ ഫിലിം. So I really appreciate our team for the hard work, and thank you so much for the support. Alright, cool, Harshada. And നമ്മളിനി ബോയ്സ് ടീമിലേക്ക് കിടക്കുകയാണ്. And we'll start with Manoj. Yes. ചേച്ചു. He is like, yes, yeah. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു സിനിമ ചെയ്തപ്പോൾ ഉള്ള ആ ദിവസങ്ങളും ഇവരെ ആദ്യമായിട്ട് കണ്ടപ്പോഴും പിന്നെ ഡാൻസും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒക്കെ ഉള്ള ഈ റീടേക്ക് ഒക്കെ പറയുമ്പോൾ എന്നൊക്കെ തോന്നി എന്ന് പറഞ്ഞ് കേൾക്കട്ടെ. ആദ്യം ഞാൻ ഇവരൊക്കെ കുറച്ച് പേരെ മീറ്റ് ചെയ്യുന്നത് ഓഡിഷനിൽ വെച്ചാണ്. പിന്നെ പ്രേമനെ എനിക്ക് പേഴ്സണലി അറിയാം. ബാക്കി എല്ലാവരെയും ഞാൻ ഓഡിഷനിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. അല്ല, പിന്നെ വിഷ്ണുവേട്ടനെ അറിയാം. സോറി. ഓക്കെ, ഇത് എനിക്ക് പറയാനുള്ളത്, ഇതൊരു എല്ലാ ഡാൻസേഴ്സിനും ഉള്ളൊരു ട്രിബ്യൂട്ടാണ് മൂൺ വാക്ക് എന്ന് പറയാം. കാരണം ബോളിവുഡിൽ നമ്മളിപ്പം ABCD, സ്റ്റെപ്പ് അപ്പ് ഇതൊക്കെ കണ്ടാണ് നമ്മൾ വന്നത്. ഇപ്പോൾ മലയാളത്തിൽ അങ്ങനെ ഒരു പടം വന്നിട്ടില്ല. അപ്പോൾ ഇത് നമുക്കൊരു ഡാൻസ് മൂവി, ആസ് എ ഡാൻസർ ആയതുകൊണ്ട് എനിക്കത് ചെയ്യാനും കുറച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നുവെച്ചാൽ മാഷിൻ്റെ ഹെൽപ്പും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ വിനോദ് സാറിൻ്റെ ഹെൽപ്പ് നിസ്സാരമല്ല.
ഒരു ഡയറക്ടർ ഒരു ആക്ടർ അങ്ങനത്തെ ഒരു ബന്ധമല്ല നമ്മുടെ തമ്മിലുള്ളത്. സാർ അത്ര ഫ്രീ ആക്കിയത് കൊണ്ട് നമുക്ക് എല്ലാ ക്രൂ മെമ്പേഴ്സിനും നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഐ എം സോ ഹാപ്പി. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മനോജ്. അനുനാഥ്. ഹായ്. എൻ്റെ പേര് അനുനാഥ്. അപ്പം ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഓഡിഷന് സെലക്ട് ആയി കുറേ 3 മാസത്തെ ട്രെയിനിങ്ങും അതിൻ്റെ കഷ്ടപ്പാടും അപ്പോൾ ഒരുമിച്ചൊക്കെ തന്നെയായിരുന്നു സ്റ്റേ ഒക്കെ. അപ്പോൾ അങ്ങനെ സ്റ്റേ ചെയ്ത് ഞങ്ങളെല്ലാവരും നല്ലൊരു ബോണ്ട് ഉണ്ടാക്കി. പിന്നെ അതിൽ ലാംഗ്വേജ് ആയാലും നമ്മൾ തിരുവനന്തപുരം ഭാഷ പഠിക്കണം. ഞാൻ കോഴിക്കോടാണ്. അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യം. അപ്പം നമ്മളെ സുനിയണ്ണനാണ് നമുക്ക് അതിൻ്റെ ട്രെയിനിങ് ഒക്കെ തന്നത്. അപ്പം അതിൻ്റെ ട്രെയിനിങ്ങും പിന്നെ കൂട്ടത്തിൽ ഡാൻസും അങ്ങനെ നമ്മൾ തമ്മിലുള്ള ഒരു ബോണ്ടും എല്ലാം കൂടെ ഒരുമിച്ച് വന്നതുകൊണ്ട് എല്ലാം അത് തിയേറ്ററിൽ കാണാൻ പറ്റിയെന്നാണ് വിശ്വസിക്കുന്നത്. ഇനിയിപ്പം എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാം. തീർച്ചയായിട്ടും നമ്മൾക്ക് എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. ആൻഡ് അപ്പു. എടാ അപ്പൂന്ന്. യെസ്, അപ്പു പറയാം, എങ്ങനെയുണ്ടായിരുന്നു? സ്പെഷ്യലി ഡാൻസ് ആണ് അല്ലേ, കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യം തന്നെയാണ്. ഡാൻസേഴ്സ് ആണെങ്കിൽ പോലും സ്റ്റെപ്പുകളിലൊക്കെ അത്ര ഫ്ലെക്സിബിൾ ആവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഡാൻസ് ഇവരുടെ കൂടെ ഞാനും ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. ഓഡീഷൻ്റെ സമയത്ത് ഡാൻസ് കളിപ്പിച്ചിട്ട് ആയിരുന്നോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓഡിഷൻ സമയത്ത് ഡാൻസ് കളിച്ചിട്ടല്ലായിരുന്നു, വേറെ ഒരു ക്യാരക്ടർ വന്നിട്ടായിരുന്നു. സാറ് ഫ്രണ്ടിലുണ്ടായിരുന്നു മുമ്പിൽ. ഓക്കെ. ഒരുപാട് പേരുള്ളായിരുന്നു, സാറുണ്ടായിരുന്നു. ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് സാറ് കഴിഞ്ഞിട്ട് പോയി സെലക്ട് ആയെന്ന് പറഞ്ഞു. പിന്നെ സെക്കൻഡ് ഓഡിഷൻ വന്നപ്പോൾ ഡാൻസ് അറിയാമെന്നുള്ളത് കളിച്ചു. പ്രാക്ടീസിനൊക്കെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. ക്യാരക്ടർ വന്നപ്പോൾ ഡാൻസ് ഇല്ല. രക്ഷപ്പെട്ടു. ഇല്ലല്ല, എനിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. താല്പര്യം ഉണ്ടായിരുന്നു, തരാത്തത് കൊണ്ടാണ് അല്ലേ? ഞാൻ വേറെ തന്നെ റോളാണ് എൻ്റെ. ആക്ടിങ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഡാൻസ് ഞാൻ ദൂരെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ, അങ്ങനെ കളിച്ചിട്ടില്ല. കുറച്ചൊക്കെ അറിയാം. ഓക്കെ, അത് വെച്ചിട്ടൊക്കെ ഇങ്ങനെ. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആൻഡ് മാരി. എനിക്ക് ഞാൻ ഓഡീഷൻ വഴി തന്നെ വന്നിട്ടുള്ളത്. പക്ഷേ എന്നെ ഓഡീഷൻ വഴി ആക്ടിങ് എന്ന പ്രോസസ്സിലേക്ക് വരുമ്പോൾ എന്നെ അവിടെ നിന്ന് വിളിച്ചത് എൻ്റെ ലാംഗ്വേജ് ട്രെയിൻ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആ ലാംഗ്വേജ് ട്രെയിനിങ് അങ്ങനെ തന്നപ്പോൾ തന്നെ ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു തിയേറ്റർ എന്ന രീതിയിൽ തന്നെ ഞാനത് അപ്ലൈ ചെയ്തത്. പക്ഷേ ഒരുപോലെ ആ ലാംഗ്വേജ് വരലും എന്നൊരു, ഇപ്പം നമുക്കറിയാം ഒരു സ്ക്രിപ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് സ്ക്രിപ്റ്റിൻ്റെ പ്രോസസ്സിനകത്ത് ഒരു ട്രിവാൻഡ്രം സ്ലാങ് അങ്ങനെ എഴുതിയിരിക്കും. പക്ഷെ നമുക്കത് പഠിച്ച് പറയുമ്പം ഒരു ഭയങ്കര ഡ്രമാറ്റിക് പോലെ തോന്നും. പക്ഷെ ഇത് അങ്ങനെ അല്ലാതെ നമ്മൾ വന്നപ്പോൾ തന്നെ ഞാൻ എന്താ ചെറുക്കടി എൻ്റെ പേരെന്താ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ തന്നെ ഒരു പ്രാക്ടീസ് ആയിരുന്നു നമ്മളവിടെ. അതിപ്പോൾ ഡാൻസ് ആയാലും അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ എൻ്റെ പ്രോസസ്സാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. ഇത്ര ഒരു ബഡ്ജറ്റ് ഒരു പടം ചെയ്യുന്ന സമയത്ത് നോ കോമേഴ്സിന് ഒരു ഡയറക്ടർ എങ്ങനെ എടുത്തെന്നും എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് മാസ്റ്ററോട് താങ്ക്സ്. അത് അങ്ങനെ തന്നെ പറയണത്. പക്ഷെ അത് ആ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ വലിയ ചെറിയ പ്രോസസ്സല്ല. ആക്ടിങ്, അതുപോലെ ഡാൻസ്, ജിമ്മ്, ഇതൊക്കെ നമുക്കൊരു 3 മാസം കൊണ്ടൊരു ട്രെയിനിങ് ആയിരുന്നു. ആ ഒരു ട്രെയിനിങ്ങിൽ സമയത്ത് തന്നെ നമുക്കൊരു കണക്ഷൻ കിട്ടി. ആ ഒരു കണക്ഷൻ നമുക്ക് കൃത്യമായിട്ട് സിനിമയിൽ അപ്ലൈ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഒരു ക്യാമറ ആൻസറായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ആക്ഷനും കട്ടണിടയിൽ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് അത് ചെയ്യാൻ പറ്റി. എന്തായാലും ഈ ഒരു സിനിമയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെ ഭയങ്കര എന്തോ വല്ലാത്ത ഒന്നും പറയാൻ പറ്റുന്നില്ല നമുക്ക്. ഇതൊക്കെയാണ് ഓൾമോസ്റ്റ്. അപ്പോൾ നമ്മളൊരു സംഭവം ചെയ്ത്, അപ്പം ഇനിയിപ്പം ഓഡിയൻസ് പറയട്ടെ അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും നമ്മളൊരു സംഭവം ചെയ്തു, ഈ ഓഡിയൻസ് പറയട്ടെ അല്ലേ? അപ്പോൾ അടുത്ത അരുൺ. Hi, ഞാൻ അരുൺ. I realized I'm a little nervous when I speak in Malayalam, so I'll speak in English. Totally fine. So, ഞാൻ ഓഡിഷൻ വഴിയല്ല വന്നത്. ആക്ച്വലി ഇവരാണ് ഇപ്പോൾ. Are you really nervous? Sorry. I think he's too nervous. Sorry. So, I'm going to start again. So, I didn't come through. You can speak in Malayalam, yeah? No worries. നമുക്ക് ഒരു കുഴപ്പമില്ല. മലയാളം എങ്ങനെ പറഞ്ഞാലും. So, don't mind if I keep switching. Yeah, it's completely fine. Yeah. So, ഞാൻ actually ഓഡിഷൻ വഴിയല്ല വന്നത്. These guys worked a lot harder because like they were filtered out of 3,000 applications and they filtered out like 8 people. And then when the training came on board, I was just got on board to make sure their schedule happens, and I was just taking care of their schedule, making sure they go from acting to dance classes on time,
and not just farting around basically, right? So what happened was I was like, since I was around it, I was thinking I will also just, you know, take part instead of just sitting around doing nothing. And we had an AD who would come in the evening and, I mean, throughout the day and record some progress, take it back, and all the direction team would sit and discuss as to, you know, how the chemistry is, what characters to, you know, assign to each people. So that way, when they saw the kind of chemistry that we all had, I mean, the training didn't really feel like training because like it was mainly just us being ourselves, talking in that Trivandrum slang. അങ്ങനെയൊക്കെ പഠിച്ചെടുത്ത് ഡാൻസ് ഒക്കെ പഠിച്ചെടുത്ത് മലയാളം അങ്ങനെ ഞങ്ങൾ പഠിച്ചെടുത്തു. So that way, you know, just before the shoot began, I had also learned dance, you know, so it came handy. They were like, okay, since you also know how to dance, would you like to act? And I was like, absolutely, you know. It was just handed out to me, and the organic chemistry that we sort of have between us is what really shows in the movie as well, and the natural, you know, that's what is the essence of this film, that nothing was just so artificial or just, you know, they wouldn't put you there and say, okay, you got to say these exact lines. It's just, how would you converse? Just be yourselves. We didn't even have fixed dialogue. They just give us a brief and say, this is what you have to do, render it in your own words. And that's the beauty that the film you see, and I think that's what you see in the film. So basically you improvised a lot. I think all of us did. I mean, we were just being ourselves more than anything. All honestly. right. Yeah. It's a good thing, right? Right. Thank you so very much, Thank you. dear. And Rishi? ഹായ്. സോ എക്സ്പീരിയൻസ് എനിക്കും ഞാനും ഓഡിഷൻ വഴി തന്നെയാണ് വന്നത്. ഞാൻ ഓഡിഷൻ വന്ന സെയിം ഡേ ആണ് മനോജും ഒക്കെ ഓഡിഷൻ, അന്ന് തന്നെയാണ് ഞാൻ അവരെയൊക്കെ കാണുന്നത്. എന്താ പറയുക, ഭയങ്കര ഓഡിഷൻ തന്നെ ഭയങ്കര രസമായിരുന്നു. പക്ഷേ രാവിലെ തൊട്ട് കുറേ ഉണ്ടായിരുന്നു ഓഡിഷൻ. നമുക്കിങ്ങനെ കുറേ സാധനങ്ങൾ ചെയ്യിപ്പിച്ചു, എന്നിട്ട് ഡാൻസ് കളിപ്പിച്ചു. അപ്പോൾ ഡാൻസ് മാത്രമല്ല, കുറേ ആക്ടിങ് ഫോക്കസ്ഡ് ആയിട്ട് കുറേ സാധനങ്ങളാണ് ചെയ്യിപ്പിച്ചത്. എന്നിട്ട് ഡാൻസും ചെയ്യാൻ അറിയുമോ ചോദിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ കളിച്ച് കാണിച്ചു, അങ്ങനെയായിരുന്നു. ആ സമയത്ത് അറിയില്ലായിരുന്നു എങ്ങനെയാണ് പടം എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ സെലക്ട് ആയതിനു ശേഷം നമുക്കിങ്ങനെ 3 മാസത്തോളം ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ ആക്ടിങ്ങും പിന്നെ ഡാൻസ് പിന്നെ ലാംഗ്വേജ് ട്രെയിനിങ് അതൊക്കെ തന്നെ ആയിരുന്നു നമ്മളെഴുതും. ആ സമയത്ത് തന്നെ നമ്മൾ എല്ലാവരും ഭയങ്കര ബോണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഷൂട്ടിലേക്ക് തന്നെ കിടക്കുന്നത്. വിനോദ് സാറും പിന്നെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു വിനോദ് സാറിനെ കണ്ട സമയത്ത്. പക്ഷേ പിന്നെ സാറ് ഭയങ്കര കാണുന്നവരെല്ലാം മനസ്സിലായി. സാറ് ഭയങ്കര സപ്പോർട്ടീവായിട്ട് സാറ് നമ്മളിങ്ങനെ ഭയങ്കര ഇതായിട്ടാണ് നമ്മളെയൊക്കെ ചെയ്യിപ്പിച്ചതും എല്ലാം. അപ്പം അങ്ങനെയായിരുന്നു, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും കാണണം. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് ഡിയർ. ആൻഡ് പ്രേം? ഹായ്, എൻ്റെ പേര് പ്രേം. ഞാനും എൻ്റെ ആദ്യത്തെ മൂവിയാണ്. ഞാനും ഓഡീഷൻ വഴിയാണ് വരുന്നത്. പിന്നെ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ഫസ്റ്റ് ഡേ മാത്രമേ നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് നിന്നിട്ടുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ എല്ലാം ഈ പറയുന്ന പോലെ ഒരേ പായലുണ്ട്, ഒരേ പ്ലേറ്റിലുണ്ട്, ഒരേ പായൽ കിടന്ന് ഉറങ്ങി എന്നൊക്കെ പറയും പോലെയായിരുന്നു നമ്മൾ ഈ ആ ദിവസങ്ങൾ. ഈ പറയും പോലെ പിന്നെന്താ പറയുക, പിന്നെ ഈ പറയണമെന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ ആകെ നെർവസ് ആയിരിക്കും. പിന്നെ ഡയറക്ഷൻ ടീമിൽ നിന്നും നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നായാലും നല്ല സപ്പോർട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൊറിയോഗ്രാഫർ, ഞാൻ ബേസിക്കലി ഡാൻസറാണ്. അപ്പോൾ പിന്നെ 80s കാലഘട്ടം ഡാൻസ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി പാടായിരുന്നു. അതിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇവരെല്ലാവരും, നമ്മുടെ കൊറിയോഗ്രാഫർ. അങ്ങനെ പിന്നെ എന്താ പറയുക. താങ്ക് യു സോ മച്ച്. ഇനി പറയാനുള്ളതൊക്കെ ഇവർക്ക് ചോദ്യങ്ങളും ചോദിക്കാനുണ്ട് കേട്ടോ. യെസ്. ആൻഡ് സിബി? യെസ്. ഹലോ സിബി. ഹായ് ഹായ് ഹായ്. എന്നാ ഉണ്ട്? സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ എന്താ അഭിപ്രായം പറഞ്ഞേ? നന്നായിന്ന് പറഞ്ഞു. നാട്ടിലെ താരെന്നൊക്കെ പറയുന്ന പോലെ. ഓൾറൈറ്റ് സിബി, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇത് എന്നെ നേരിട്ട് വിളിക്കുകയായിരുന്നു സാറ്. ഞാനിങ്ങനെ ഷോ ചെയ്യുന്നതാണ്, സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്ന. അപ്പോൾ അങ്ങനെ കണ്ട് വിളിച്ചതാണ്. അപ്പോൾ നേരിട്ടായിരുന്നു എൻ്റെ സുനിൽ സാറും ആരുടെ പേരാ അറിയണ്ടേ? ഡയറക്ടർ സാറും സുനിൽ സാറും. സിബി വിനോദ് AK. സോറി, ബ്ലാക്ക് ആയി പോയി. ഒരു കുഴപ്പമില്ല,
ടോട്ടലി അണ്ടർസ്റ്റാൻഡബിൾ. ഡയറക്ടർ അല്ലേ, പേര് മറക്കാം, കുഴപ്പമില്ല. അപ്പോൾ അവർ നേരിട്ട് വിളിച്ച് എന്നെ ഓഡിഷൻ ചെയ്യിപ്പിച്ചാണ് കയറിയത്. ജോമിത്തേട്ടനാണ് വന്ന് വീട്ടിൽ വന്നത്. ജോമിത്തിനെ ഒന്ന് വിളിക്കാൻ നമ്മൾ പറയാൻ വിട്ടുപോയി. ജോമിത്തിനെ വിളിക്കും. ജോമിത് സർ. സിബി ഫിനിഷ്ഡ്? ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്. ആൻഡ് വിഷ്ണു കൂടെ ഉണ്ട് നമ്മുടെ ആക്ടേഴ്സിൽ സംസാരിക്കാനായിട്ട്. വിഷ്ണു, ഓവർ ടു യു. ജോമിത്തേട്ടാ വന്നിരിക്കും. ഹായ്, എൻ്റെ പേര് വിഷ്ണു എന്നാണ്, വിഷ്ണു ഗ്രൂവി എന്നാണ്. എൻ്റെ ഇതിലെ ക്യാരക്ടറിൻ്റെ പേര് ജോണി എന്നാണ്, പക്ഷെ അതെനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഈ ജോണി എന്നുള്ള പേര്. അല്ല, എൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇവരുടെ ഇടയിലാണ് ജോണി എന്നുള്ള പേര്. അപ്പോൾ എനിക്ക് സ്റ്റേജിൽ കയറിയപ്പോൾ ലുലു മോളിൽ സ്റ്റേജിൽ കയറിയപ്പോൾ എൻ്റെ കൺഫ്യൂഷൻ ആയിരുന്നു, എൻ്റെ പേര് ജോണി എന്നാണോ ബോണി എന്നാണോ, ആ കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ ഇവരുടെ ഇടയിൽ ഒരുപാട് സംസാരം വരുന്നൊരു ക്യാരക്ടറാണ് ഞാൻ. കാരണം ഇവർ രണ്ട് കഥാപാത്രങ്ങളുടെ സ്റ്റോറിയാണ്, മൂൺ വാക്ക് ആൻഡ് സൂം ബോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓപ്പോസിറ്റ് വരുന്ന ക്യാരക്ടേഴ്സാണ് ഞങ്ങളുടെ. അപ്പോൾ ഇതിൽ ഇവർ അസൂയപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഈ കൂട്ടത്തിൻ്റെ കൂടെ ഉണ്ടു ഉറങ്ങിയ ആളല്ല ഞാൻ. എൻ്റെ കൂടെ ഉണ്ടു ഉറങ്ങിയ ആൾക്കാരെല്ലാവരും പല വഴിയിലാണ്. അപ്പോൾ ഇവരെല്ലാവരും എനിക്ക് നേരത്തെ അറിയാം, ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരെ. സൂര്യനെയൊക്കെ ഞാൻ ഇപ്പോഴാണ് റീസെൻ്റ്ലി കുറച്ച് പേരെ കാണുന്നത്, അപ്പൂനെ, സൂര്യനെ. പക്ഷെ അനുവിനെ ആൻഡ് പ്രേമനെയൊക്കെ എനിക്ക് നേരത്തെ, ഋഷിനെ അറിയാൻ തോന്നുന്നു. ആൻഡ് ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂൺ വാക്ക് എനിക്ക് ഭയങ്കര ലൈഫിൽ ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എല്ലാവരും ഏറ്റെടുക്കുമെന്ന് വിചാരിക്കുന്ന ഒരു നല്ലൊരു മൂവിയാണ്. കേട്ടപ്പോൾ തന്നെ ഇതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുമ്പോൾ ലൈക്ക് ഇപ്പോഴത്തെ നമ്മുടെ ന്യൂ സ്കൂൾസ് ഡാൻസ് അല്ല ഇതിനകത്ത് വരുന്നത്. ഇത് ഓൾഡ് സ്കൂളിലുള്ള ആൾക്കാരുടെ ഒരു ഡാൻസ് കാറ്റഗറിയാണ്. 80s വരുന്ന അന്നത്തെ ആൾക്കാർ കളിച്ചതുപോലെ ഞങ്ങൾ കളിക്കണം. നമുക്കറിയാലോ ഇപ്പോഴത്തെ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെയല്ല, പണ്ടത്തെ ടെക്നോളജി ഉപയോഗിച്ച് അവർ അന്ന് കഷ്ടപ്പെട്ട് പഠിച്ചത് എന്താണോ അതിൻ്റെ ഒരുപാട് അപ്പ് ലെവൽസ് മാറി. ഇപ്പോൾ ഞങ്ങളൊക്കെ ഹൗസ് ലോക്ക്, ഇപ്പോൾ പണ്ട് പോപ്പിംഗ് ലോക്കിംഗ് എന്ന് മാത്രമാണെങ്കിൽ ഇപ്പോൾ പോപ്പിംഗ് ലോക്കിംഗ്, ഹൗസ് വാക്കിംഗ്, വോക്കിംഗ് അങ്ങനെ പറഞ്ഞ് ക്രംബ് എന്ന് പറഞ്ഞ ഒരുപാട് സ്റ്റൈൽ ഇതൊക്കെ ഞങ്ങൾ പഠിച്ചു. ഇനി വരുന്ന തലമുറ ഇതിനപ്പുറം പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് തിരിച്ച് ഡീഗ്രേഡ് ചെയ്ത് താഴെ പോയിട്ട് ആ ഒരു സ്റ്റൈൽ പഠിക്കണം എന്ന് പറയുമ്പോൾ അത് ശ്രീതാശാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മളെ അതിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്തെടുത്താണ്. എടാ അത് പുള്ളി പറയും, എടാ നീ ശ്രീതാശാൻ എന്ന് പറഞ്ഞാൽ എല്ലാം അപ്ഡേറ്റഡ് ആണ് ഫുള്ള്. പുള്ളി പറയും, എടാ നീ ചെയ്യുന്ന ഈ സാധനമാണ്, ഇതല്ല വേണ്ടത്, നമുക്ക് ഇതാണ് വേണ്ടത്, അപ്പം നമുക്ക് ഇതിലോട്ട് ഇറങ്ങണം. ഇതിന് ഒരു 3 മാസം ഞങ്ങളായിട്ട് കഷ്ടപ്പെടുത്തി ഇതിനായിട്ട് പ്രാക്ടീസ് ചെയ്യിച്ചിട്ട് അതിന് വേണ്ടി എടുത്ത എഫേർട്ടാണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ABCD അല്ലെങ്കിൽ പുതിയ സ്റ്റെപ്പ് 3D എന്ന് പറയുന്ന മൂവി ആയിട്ട് ഒരിക്കലും, കാര്യം ഇവിടെ ഇരിക്കുന്ന ഡാൻസേഴ്സിൻ്റെ ആരുടെയും സ്കില്ല് ഈ പടത്തിൽ വരില്ല. ബിക്കോസ് നമ്മൾ പഴയ ആൾക്കാരാണ്. പഴയ ആൾക്കാരായിട്ട് നമ്മൾ അവരെയാണ് പ്രതിനിധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മൂവി കാണുമ്പോൾ എപ്പോഴും കാണേണ്ടതെന്ന് വെച്ചാൽ പണ്ടത്തെ ആൾക്കാരാണ് ഞങ്ങൾ, 80s ആൾക്കാരായിട്ടാണ് ഞങ്ങളെ കാണേണ്ടത്. ഞങ്ങൾ അതായിട്ടാണ് ഇതിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. സോ അവരുടെ സോളും അവർ ആ സമയത്ത് അനുഭവിച്ച കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അവർ എടുത്ത എഫേർട്ടും നമ്മളെപ്പോലുള്ള ഡാൻസേഴ്സിന് പഠിക്കാൻ വേണ്ടി എടുത്ത എഫേർട്ടും ഈ മൂവിയിൽ നല്ലതുപോലെ പറഞ്ഞു വരുന്നുണ്ട്. അതാണ് ഈ മൂവിയുടെ സോൾ. സോ എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ മൂവി വളരെ ഹിറ്റാവാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഞങ്ങൾക്ക് വേണം. ദയവ് ചെയ്ത് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, സപ്പോർട്ട് ചെയ്യാം. Thank you so much, dear. You talk really beautifully. Thank you so much. And Arjun. ഹലോ, എൻ്റെ പേര് അർജുൻ. എന്നെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക്, ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഇത്രയും വലിയ സ്കെയിലിൽ കുറച്ച് ന്യൂ കമേഴ്സിനെ വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയ ഗട്ട്സ്, അതെനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ. സോ അത് ആസ് എ ന്യൂ കമർ ആക്ടേഴ്സ് അത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ്, ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് ഫസ്റ്റ് തിങ് എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അതാണ്. സോ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വർഷത്തെ ആഗ്രഹത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഒരുപാട് നാളത്തെ ഈ പറഞ്ഞ ഓഡിഷൻസ്, സ്ട്രഗിൾസ്, കാര്യങ്ങൾ, അതിനൊക്കെ ഒടുവിലാണ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി. ഞാൻ ഇപ്പോഴും ആ തിയേറ്ററിലാണ്, ഇപ്പോഴും ഞാൻ സിനിമയിലാണ്. എനിക്കറിയില്ല, ഞാൻ ഇപ്പോഴും അതിന് പുറത്ത് വന്നിട്ടില്ല. സോ ഒരുപാട് എക്സൈറ്റഡ് ആണ്, എല്ലാവരും കാണണം, അഭിപ്രായങ്ങളാണ്. അർജുൻ, ഒരു കാര്യം ഒന്ന് ചോദിക്കട്ടെ, ഒരു സംശയമാണ്, പിന്നെ ഒരു റിക്വസ്റ്റും കൂടി ഉണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം താങ്കളാണെങ്കിൽ അതൊന്ന് എനാക്ട് ചെയ്യണം എന്ന് കൂടി ഒരു ചെറിയ റിക്വസ്റ്റാണ്. പണ്ടത്തെ കാലത്തിൽ ഒരു അനൗൺസ്മെൻറ്റ് അല്ലേ,
ഒരു നല്ല നല്ല അടിപൊളി സൗണ്ട് ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. വിനോദ് സാറാണോ? അത് വിനോദ് സാറാണ്. എന്നിട്ട് മിണ്ടാതിരിക്കുകയാണ്. വിനോദ് സർ, നമുക്ക് വേണ്ടി പ്ലീസ് 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 യെസ് കം ഓൺ കം ഓൺ സർ കം ഓൺ കം ഓൺ കം ഓൺ. അതങ്ങനെ ചെയ്യാൻ പറ്റുന്ന പണിയൊന്നുമല്ല. പക്ഷെ എന്നാലും വിനോദ് സാറിനെ കൂടെ പറ്റും, അത് നമുക്കറിയാം. I can see mushrooms. I can see rocket. I can see poisoned womb. Oh my good Lord, that was fantabulous. A big round of applause, everyone. ഇത് എവിടെ നിന്ന് വരുന്നു സർ? All right. അത് അദ്ദേഹം ഒറിജിനലി ആ കാലഘട്ടത്തിൽ ചേർന്ന സാധനം തന്നെയാണ്. Oh. Oh. That was a like very new information. All right, and ഇവരെ പോലെ തന്നെ ഇതിനകത്തൊരു കീ പിവറ്റൽ റോൾ പ്ലേ ചെയ്തിട്ടുള്ള റോൾ ഇൻ ദ സെൻസ് ലൈക്ക് ബിഗ് സ്ക്രീനിലല്ല, ഇവരെയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ വലിയൊരു റോള് പ്ലേ ചെയ്തിട്ടുള്ള കാസ്റ്റിംഗ് ഡയറക്ടർ ജോമിക് സർ അല്ലേ? ഏറ്റവും അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പ്ലീസ് നമ്മുടെ സ്റ്റേജിൽ വാ. ഒന്ന് ചെയർ ചെയ്താൽ വരും കേട്ടോ. ഒരു ചെറിയ മടിയാണോ നാണാണോ എന്താണ്? നാണാണല്ലേ, പ്രശ്നമില്ല, കയറിയിരുന്നോ. ആൻഡ് നാണമുള്ളത് കൊണ്ട് പ്രത്യേകമായിട്ട് എടുത്ത് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ടായിരുന്നു ഇവരെയൊക്കെ കാസ്റ്റ് ചെയ്തപ്പോൾ ഉള്ള, അല്ലെങ്കിൽ കാസ്റ്റ് പെർഫെക്റ്റ് ആയിരുന്നു നമുക്ക് തോന്നുന്നുണ്ട്, അതിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ശരിക്കുള്ള കാസ്റ്റിംഗ് ഡയറക്ടർ വിനോദ് സാർ തന്നെയാണ്. ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കണ്ടെത്തുന്നുള്ളൂ. എങ്ങനെ കണ്ടെത്തിയത്? അത് പല സാഹചര്യങ്ങൾ, ഇപ്പോൾ ഡാൻസ് സ്കൂളുകളിൽ പോയി, കോളേജുകളിൽ പോയി, പലരും ഇങ്ങനെ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു, അങ്ങനെയൊക്കെ. എത്ര നാളത്തെ ഒരു പ്രോസസ് ആയിരുന്നു അത്? സാർ അതിന് വേണ്ടിയിട്ട് 8 മാസത്തോളം എടുത്തിട്ടുണ്ട്. ഓക്കെ. പലപ്പോഴും എൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇടവിട്ടായിരുന്നു. ഞാനിവിടെ അഡ്വർടൈസിങ്ങിൽ ബേസിക്കലി അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇടവേളകളിലായിരുന്നു ഞാനിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നത്. അപ്പം എൻ്റെ അധ്വാനം വളരെ കുറവാണ്. ശരിക്കും അതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ സാർ തന്നെയാണ്. Anyway, thank you so much, sir, and we appreciate your support and work. Thank you so much. And over to you, my media friends. ഇനി നിങ്ങൾക്കുള്ള സമയമാണ്. You can ask questions and you can say answers. Mic വേണോ? Yes. സന്തോഷം, വളരെ സന്തോഷം. ബേസിക്കലി ഈ സിനിമ കഴിഞ്ഞിട്ട് ഇത്രയും കുറച്ച് വർഷങ്ങളായി, കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഇറങ്ങുന്നത്. അപ്പം ടെക്നോളജി മാറുന്നു, കാലഘട്ടത്തിൻ്റെ ആളുകളുടെ ടേസ്റ്റ് മാറുന്നു. ഇപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയാൽ എങ്ങനെ ആളുകൾ സ്വീകരിക്കുമോ എന്ന് പേടിയുണ്ടായിരുന്നോ? ഇല്ലില്ല, നമ്മൾ സിനിമ ചെയ്യുമ്പം അങ്ങനെ സമയം മാറുമെന്നോ അല്ലെങ്കിൽ സമയം കഴിയുമെന്നോ ആലോചിച്ചിട്ട് തുടങ്ങിയൊരു പ്രോജക്റ്റ് അല്ല. പക്ഷേ ഞങ്ങൾക്കൊരു എന്തോ ഭാഗ്യവശാൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇതൊരു കാലാതീതമായ കഥയാണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊമൈസിന് ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറി ആയതുകൊണ്ട് അത് ഇന്നായാലും നാളെ ആയാലും ഇറങ്ങിയാൽ വർക്ക് ചെയ്യും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. അതിപ്പോൾ സംഭവം നമ്മൾ ആ ഒരു ടൈം ലൈനിൽ ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് അതൊന്നും നമ്മൾ നമുക്കൊരു കുറേയധികം ചില ഫേസുകളിലൂടെ ബേസിക്കലി അതിനകത്തൊരു കുറച്ച് പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇത്രയും ചിലപ്പം നമ്മൾ പ്ലാൻ ചെയ്ത അങ്ങനത്തെ ഒരു ഗ്യാപ്പ് വെച്ചില്ല. പക്ഷേ നമുക്കൊരു ഫേസ് ഔട്ട് ചെയ്തിട്ടുള്ളൊരു ഷൂട്ടിംഗ് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു 3 ഘട്ടമായിട്ട് ഷൂട്ട് ചെയ്തു. ആദ്യത്തെ ഒരു സെറ്റ് ഫുൾ ഷൂട്ട് ചെയ്തു, പിന്നെ നമ്മളൊരു 2 പ്രാവശ്യമായിട്ട് ചെറിയ ഇതുകളും ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു പടമാണ് അത്. പടം കണ്ടവർക്ക് മനസ്സിലാക്കിക്കൊണ്ടോ നമുക്കറിയില്ല. അതിനതൊരു മുടി വെട്ടിയ സമയം അല്ലേ, അല്ല അങ്ങനെ ഒരു കുറച്ച് സോറി അത് പറയാൻ പാടില്ലാത്തായിരുന്നു. ഇനി കുറച്ച് കാര്യങ്ങൾ അങ്ങനെ അത് ഫേസ് ഔട്ട് ചെയ്യേണ്ട ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അതിനിടയിൽ കുറച്ച് ഗ്യാപ്പും സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു LJP മാജിക് ഫ്രെയിംസ് രണ്ടും ഇവിടെ തന്നെ? LJP മാജിക് ഫ്രെയിംസും രണ്ടും വലിയ ഒരു ലെജൻഡ് ലെവലിൽ നിൽക്കുന്ന 2 മാർക്കറ്റിംഗ് ടീമുകളാണ്. അവർ ഇതിനകത്ത് പിച്ച് ചെയ്തപ്പോൾ എങ്ങനെയുണ്ട്? അവരുടെ സിനിമ കണ്ടപ്പോൾ എന്തായാലും അവരുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അവർ LJP ഈ പടം ആദ്യം കാണുകയും
പുള്ളി ഇങ്ങോട്ട് വിളിച്ചിട്ട് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുക എന്താ ഇത് എന്നിട്ടാണ് ഞാൻ ഈ പടം, അതായത് ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിൽ, അതിൻ്റെ ആ ഒരു ഇനീഷ്യൽ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് പുള്ളി, പ്രശാന്ത് പിള്ളയാണ് ഇതിന് മ്യൂസിക് ചെയ്തത്. അപ്പോൾ പുള്ളിയും പ്രശാന്തുമായിട്ട് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രശാന്തിനോട് പടത്തെക്കുറിച്ച് പുള്ളി മനസ്സിലാക്കിയിട്ട് പുള്ളി ഒരു ദിവസം നമുക്ക് കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ കാണുകയായിരുന്നു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞ് ആ സമയത്ത് ഞങ്ങൾ ചില ഈ പ്രൊഡക്ഷൻ റിലേറ്റഡ് ചില ഇഷ്യൂസൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഒരു ഡിലേ ഒക്കെ സംഭവിച്ചിങ്ങനെ ഇരിക്കുന്ന സമയമായിരുന്നു. പുള്ളി കണ്ടു കഴിഞ്ഞിട്ടാണ് നമുക്കിതിന് നമ്മളിപ്പോൾ ഇന്ന് ഇത് പ്രസൻറ്റ് ചെയ്ത രീതിയിലേക്ക്, ആ ഡെപ്തിലേക്ക് ഈ ഫിലിമിനെ നമുക്ക് എലവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയത്. കാര്യം ഞങ്ങളൊരു ചെറിയ ക്യാൻവാസിൽ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സിനിമയെ അങ്ങനെയല്ല ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിനൊരു അങ്ങനൊരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിൽ തന്നെ കാണുകയും അങ്ങനെ ഒരു അപ്രോച്ച് മൊത്തത്തിൽ അതിൻ്റെ എല്ലാ തലങ്ങൾക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നും അതിനങ്ങനെ പ്രൊമോട്ട് ചെയ്യേണ്ട സിനിമയാണെന്നും അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട സിനിമയാണെന്നും ഒക്കെ പുള്ളി പറഞ്ഞിട്ടാണ്, പുള്ളിയാണോ അതിന് അങ്ങനത്തെ നമുക്കൊരു കൈതരുക എന്ന് പറയില്ലേ, അതിനുശേഷമാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ലിജോ വഴിയാണ്, ലിജോയുടെ ഇനിഷ്യേറ്റീവിലാണ് ലിസ്റ്റിന് ഈ പടം കാണുകയും അങ്ങനെ ഈ രണ്ടുപേരും ചേർന്നത് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. അല്ല, ഒരു രണ്ടുപേരും വന്നു എന്നുള്ളത് സിനിമയ്ക്ക് ഞാൻ കിട്ടിയ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് തന്നെയാണ്. കൊറിയോഗ്രാഫറോടാണ്. ബേസിക്കലി ഇതൊരു എന്താ പറയുക 80s കാലഘട്ടം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ 90s എന്നൊക്കെ മൈക്കൽ ജാക്സൺ എന്ന് പറയുമ്പോൾ ഒരു വികാരമായിരുന്നു. നമ്മൾ പഴയ ഫോണിൽ കേട്ടോണ്ടിരുന്ന അല്ലെങ്കിൽ ടി വിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന നമുക്ക് ഇടയ്ക്ക് ഡാൻസ് കളിക്കണം എന്ന് തോന്നുന്ന കുറേ മൊമെന്റ്സ് ഉണ്ടാക്കിയ ഒരു പാട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നത്. ഇപ്പം ഇവര് ആ ഒരു മോഡിലേക്ക്, അതായത് ഒരാൾ 21st നിന്ന് 80s മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് എത്രത്തോളം ടഫായിരുന്നു അത്? കാരണം അത് അത്ര ഗംഭീര ടഫ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ കാലത്ത് കുറച്ച് ഇവരുടെ ഇന്നത്തെ നൃത്തരൂപത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കൾച്ചറിൽ ഉള്ള ഡാൻസ് പെർഫോമൻസിനുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കുറേയധികം ഗ്രൂവ് ഉണ്ട്. അത്രയും ഗ്രൂവ് പഴയ കാലത്തുണ്ടായിരുന്നില്ല. അന്ന് ചെറിയ കുറേ ടെക്നിക്സുകൾ മാത്രം വെച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ പ്രോജക്റ്റിൽ വരുന്നത്, ഡാൻസ് സ്റ്റൈലിൽ വരുന്നത്. പക്ഷെ അത്തരം ആ സ്റ്റൈല് കൊണ്ട് നമുക്ക് ഈ പടം മൊത്തം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല. കാരണം അത് ഭയങ്കര ലാഗും എന്താ പറയുക, റിപ്പീറ്റേഷൻ ഫീൽ ചെയ്യും. അപ്പോൾ ആ റിപ്പീറ്റേഷൻ ഫീൽ ചെയ്യാത്ത രീതിയിൽ ഇതിനെ കൊണ്ടുപോകണമെന്ന് ഒരു ആശയം എനിക്ക് തോന്നിയത് തുടക്കകാലത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മുതലേ തന്നെ അതിനൊരു വ്യത്യസ്ത രീതിയിലൊരു ട്രീറ്റ്മെൻറ്റ് ഇവരുടെ മൂവ്മെൻറ്റ് ബേസിലും ടെക്നിക്കലിയും എല്ലാം ചെയ്ത് ഇവരെ ആ ഒരു കൾച്ചറിലേക്ക് മാറ്റിയെടുക്കുക ചെയ്തത്. അപ്പോൾ അത്രയും ബൗൺസിങ്ങിന് തന്നെ കുറേ വ്യത്യാസം വരുത്തി. മൂവ്മെൻറ്റിനും കുറേ ക്ലാരിറ്റികളും പുതിയ കുറേ രീതികളും ക്രിയേറ്റീവായാലും ടെക്നിക്സിലായാലും കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ടഫ് ഇവർക്കുണ്ടായിരുന്നു. കാരണം അറിയാതെ ഒന്ന് ചാടിപ്പോവും. അപ്പോൾ അതിനെ പിടിച്ചു നിർത്തി അത് വേണ്ട, ഇവിടെ വരെ മതി, അങ്ങനെ ലിമിറ്റ് ചെയ്തുകൊണ്ടൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട്. അത് ഈ റിപ്പീറ്റേഷൻ വരാതിരിക്കാൻ വേണ്ടി കുറച്ച് ലേറ്റസ്റ്റ് ടെക്നിക്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഡയറക്ടർ സാറിനോടാണ്. ഇതിൽ പോലീസ് സ്റ്റേഷനിൽ ഇവർ ഇറങ്ങുന്ന ഒരു സീനിൽ പുറത്ത് ഒരു വയസ്സായ മുത്തശ്ശൻ ചെവിയിൽ വാച്ച് ടിക് ടിക് എന്ന് കേട്ട് നിൽക്കുന്നൊരു ഡീറ്റെയിലിംഗ് ഷോട്ട് ഉണ്ട്. അത് ഇന്നത്തേക്ക് ചിലപ്പോൾ എത്രമാത്രം ആൾക്കാർ അറിഞ്ഞോളന്നില്ല. പക്ഷേ ഇത് ആ കാലത്തെ റെഫറൻസ് ആണത്. അത് എക്സാക്ട്ലി ഇത്ര മൈന്യൂട്ട് റെഫറൻസസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ റെഫറൻസസ് കൊണ്ടുവന്നതിനെ കുറിച്ചൊന്ന് പറയാം. അത് വളരെ ഒരു ഭയങ്കര ചോദ്യമാണ്. ഞാനിപ്പോഴും അത്ഭുതപ്പെടുന്നൊരു സംഗതിയുണ്ടാണ്. കാരണം പറയാം, ആ സീൻ പോലീസ് സ്റ്റേഷനിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ വെളിയിൽ സംഭവിക്കുന്ന സംഭവമാണ്. അപ്പോൾ അത് ആ പുള്ളി അവിടെ ഇരിക്കുമ്പം ഞാൻ ഓർക്കുന്നത്, എൻ്റെ മനസ്സിൽ ലാസ്റ്റ് മിനിറ്റാണ് ഐഡിയ. എനിക്കിപ്പോഴും അറിഞ്ഞൂടാ സുനിൽ പറഞ്ഞതാണോ മാത്യു പറഞ്ഞതാണോ അതോ അവിടെ ആർട്ടിലുണ്ടായിരുന്ന ആരെങ്കിലും പറഞ്ഞതാണോ എന്ന് പോലും എനിക്കിപ്പോഴും ഓർമ്മയില്ല. അതോ ആരോ ഒരാൾ എന്നോട് പറഞ്ഞതാണ്. എൻ്റെ മനസ്സിൽ
ഇത് അത്തരം ഡീറ്റെയിലിംഗ് നമ്മൾ ആ പടത്തിൽ പലയിടത്തും വെച്ചിട്ടുണ്ട്. പക്ഷേ ആ സംഗതി ഇപ്പോൾ താങ്കൾ ചോദിച്ചത് ഞാനിപ്പോഴും അത്ഭുതപ്പെടുന്നത് ആരാണെന്ന് എനിക്ക് ഇതുവരെ ഓർത്തെടുക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു അന്നത്തെ ഒരു പാൻറ്റമോണിയത്തിൻ്റെ ഇടയ്ക്ക് ഒരാൾ എന്നോട് അത് പറഞ്ഞു, ഈ സംഗതി കൂടെ അത് ചെയ്താൽ അതാണ് അത് അങ്ങനത്തെ കാര്യം. HMD വാച്ച് അതുപോലത്തെ വാച്ചുകളുള്ള സ്ഥലമാണ് അത്. പുള്ളി പറഞ്ഞു, എനിക്കത് അപ്പം തന്നെ കണക്ട് ചെയ്തു, നമ്മളത് ചെയ്തിട്ടുണ്ട്. അത് വളരെ കൃത്യമായൊരു ചോദ്യമായിരുന്നു അത്. ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിൽ ഏറ്റവും ഹിറ്റായിട്ടുള്ള വേടൻ ഒരുപാട് രാഷ്ട്രീയമായിട്ട് ഇതേപോലെ കാര്യങ്ങൾ പറയാറുണ്ട്, പാട്ടിലൂടെ കഥാപരമായിട്ട് രാഷ്ട്രീയത്തെ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഇതേപോലെ ഇപ്പോൾ ലാസ്റ്റിലേക്ക് നേരത്തെ ആങ്കർ എടുത്ത് പറഞ്ഞ ലാസ്റ്റ് 10 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ആർട്ടിസ്റ്റും ഭയങ്കര കാര്യമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പോർഷനാണ്. തഴയപ്പെടുന്ന ഏതൊരു ആർട്ടിസ്റ്റും ഏത് മേഖലയിലായാലും അവൻ്റെ ഒരു അൺലീഷിംഗ് ആണ് ആ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു പെർഫോമൻസും ഇത്തരം രാഷ്ട്രീയം പറയണം എന്നുള്ളൊരു തോട്ട് എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഞാൻ യഥാർത്ഥത്തിൽ ഓക്കെ അതിനകത്ത് രാഷ്ട്രീയം കൃത്യമായിട്ട് നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, അതല്ല. പക്ഷെ അതിനപ്പുറം ഒരു ടീം സ്പിരിറ്റ്, അതായത് നമ്മൾ അറിഞ്ഞിരുന്ന നമ്മൾ അനുഭവിച്ചിരുന്ന കൂട്ടുകാരുടെ ഒരു സ്പിരിറ്റ് ഉണ്ട്. അതായത് ഇത്തരം ഇപ്പോൾ സ്പോർട്സിലായാലും ഇത്തരത്തിലുള്ള ഇങ്ങനത്തെ ആർട്ട് ഇതുപോലത്തെ പെർഫോമിങ് ആർട്സിൽ സ്റ്റേജിൽ കയറി അതായത് മിന്നുക എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, അതൊരു സ്പാർക്ക് ഇങ്ങനെ ഉണ്ടാകുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നൊരു എഫേർട്ടുണ്ട്. അത് ഈ ആർക്കും ഒരിക്കലും അതിന് ശരിക്ക് അതിപ്പോൾ ഏതൊരു മേഖലയിലായാലും ഒരാളൊരു കാര്യം കൃത്യമായിട്ട് തീരുമാനിച്ച് അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. ചില കാര്യങ്ങൾ അത് ചിലർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അതൊരു ടോട്ടൽ ഡെഡിക്കേഷൻ എന്നുണ്ടാകുന്നൊരു സംഗതിയാണ്. അത് തീർച്ചയായിട്ടും ഈ ചിത്രത്തിൽ റിഫ്ലക്റ്റ് ചെയ്യണം. അതൊരു ഇൻസ്പിറേഷണൽ എലമെൻ്റാണ്. അപ്പോൾ അത് പറയണമെന്നായിരുന്നു നമുക്കത് ഫോർമോസ്റ്റ് ആയിട്ട് നമുക്കുണ്ടാക്കാം. ഒബ്വിയസ്ലി അതിലൂടെ വന്നിരിക്കുന്ന മറ്റ് എലമെൻസിൻ്റെ ഭാഗമായാണ് ഈ രാഷ്ട്രീയവും. അത് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ അതിലുപരി ഈ സൗഹൃദത്തിൻ്റെ ഒരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തി എന്ന് പറയുന്നത് നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ വർണ്ണങ്ങൾക്കൊക്കെ എല്ലാം അതീതമാണ്. അപ്പം അവിടെ ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേറ്റീവ് തിങ്കിങ്ങിൽ ആരെയും അതിനകത്തൊരു കൃത്യമായ സൗഹൃദത്തിന്, അത് ഒരാളെ ഇങ്ങനെ ഈ നമ്മളൊരു ടീമിലേക്ക് വരികയും കഴിവുള്ളവന് അത് പ്രകടിപ്പിക്കാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാവുകയും ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമായ ഒരു സംഗതിയാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ ഉണ്ടായി വരുന്നതാണ്, അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടായി വരും. പക്ഷെ അതല്ല, ചില ഘട്ടങ്ങളിൽ ചിലർക്ക് കൃത്യമായ ഓപ്പർച്യൂണിറ്റി കൊടുക്കണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു ടീം സ്പിരിറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പറയണമെന്നായിരുന്നു നമ്മുടെ പ്രധാനമായ ഉദ്ദേശം. LJP എപ്പോഴും രാഷ്ട്രീയം, എല്ലാ സിനിമകളിലും രാഷ്ട്രീയം പറയാറുണ്ട്. അപ്പോൾ ഈ സിനിമ ഒരു ഡാൻസ് എന്നതിലുപരി അതിലൊരു വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ പോലീസുകാർ കാണിക്കുന്ന നെറികേടിൻ്റെ കാര്യം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാസ്റ്റിംഗ് ആയിരുന്നു അത്. അപ്പോൾ അത് നല്ല രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയുന്ന ആ ഡയലോഗ്, അതൊക്കെ നമ്മളെ ഒരുപാട് കയ്യടിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ ഡയലോഗുകളായാലും അതെങ്ങനെയാണ് ഈ രാഷ്ട്രീയവും അതുപോലെ തന്നെ ആ ഒരു വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി കാണേണ്ട ഒരു മൂവിയിൽ, ഇത് ഡാൻസ് എന്നതിലപ്പുറം ഒരുപാട് വിശാലമായിട്ടുള്ള അർത്ഥങ്ങൾ ഈ മൂവിക്കില്ല. അതുപോലെ തന്നെ മൈക്കിൾ ജാക്സന്റെ ആ ഒരു പെർഫോമൻസ് ചെയ്യാൻ എന്തുകൊണ്ടാണ് ആ ഒരു കാസ്റ്റ് തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്, ആ ഒരു നടനെ തന്നെ? അല്ല, അത് കൃത്യമായിട്ട് അതൊക്കെ തീർച്ചയായിട്ടും സ്പോയിലർ ആവില്ല എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. ഓക്കെ, അല്ല തീർച്ചയായിട്ടും നമ്മൾ അതിനകത്ത് ചില കാര്യങ്ങൾ കൃത്യമായി കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞത് അനുഭവങ്ങളിൽ നിന്നാണ്. ഇപ്പം ഈ കഥയിൽ ഇത്തരം കാര്യങ്ങൾ കൂട്ടിയിണക്കി ഇത് എഴുതണമെന്ന്, അല്ലെങ്കിൽ ഇത്തരം സംഗതികളൊക്കെ സ്പോണ്ടേനിയസ്ലി ഇപ്പോൾ സുനിലും മാത്യുവും കൂടെ എഴുതി ചേർക്കുമ്പോൾ അതൊക്കെ ഓട്ടോ മോഡിൽ ഞാനത് ബൈ ചെയ്യാണ്. അപ്പോൾ എനിക്കത് അറിയാം. ഇവരുടെ രണ്ടുപേരുടെയും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായി പ്രവർത്തിച്ചവരുടെയൊക്കെ എക്സ്പീരിയൻസുകൾ നമ്മൾ ഇംബൈബ് ചെയ്യണം സ്റ്റോറിയിലേക്ക്. അത് ഒരാളൊരു കാര്യം പറയുന്നു, ഇതെനിക്ക് അനുഭവമുള്ളതാണ് എന്ന് പറയുമ്പോൾ അതോടെ എഴുതി വരികയാണ്. അപ്പോൾ അത് അങ്ങനെ സംഭവിച്ചാണ്. ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു കഥ പറയുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയം പറയാൻ ശ്രമിച്ചാൽ അതെപ്പോഴും ഒരു കെട്ടിയേപ്പിച്ച പോലെ ഇരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ സത്യസന്ധമായ ഒരു കഥ പറഞ്ഞാൽ
അതിൻ്റെ കൂടപ്പുറപ്പാണ് രാഷ്ട്രീയം, അതുണ്ടാവും. അപ്പോൾ ഷാജി എന്ന് പറഞ്ഞൊരു കഥാപാത്രം വരുന്നു. ഷാജി എവിടുന്ന് വരുന്നു, ഇങ്ങനൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഷാജിയെ ഞങ്ങൾ പല സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. വിനോദ് പറയാണ് അതൊരു എന്താണ് എരുമയൊക്കെ വളർത്തി നടക്കുന്ന ഒരു മനുഷ്യൻ. അപ്പം എരുമ വളർത്തുകാർ പിന്നെ അങ്ങനെ നടക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവരുടെ ലൈഫിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കഥാപാത്രത്തിനകത്തൂടെ നമ്മളിങ്ങനെ ജേർണി ചെയ്ത് വരുമ്പോൾ, ഈ കഥയ്ക്കകത്ത് അവരുടെ ലൈഫിൽ കൂടെ നമ്മൾ കടന്നു വരുമ്പോൾ ചില പ്രത്യേക മുഹൂർത്തത്തിൽ ആ കഥാപാത്രം അത് പറയും, അത് സത്യമാണ്. അവിടെയാണ് അതിൻ്റെ രാഷ്ട്രീയം. അത് രാഷ്ട്രീയം പറയിപ്പിക്കാൻ വേണ്ടി ഒരു കഥാപാത്രത്തെ കൊണ്ടുവന്ന് വെച്ചാൽ പുള്ളി ബോറായിരിക്കും. അത് പലരും പറയുന്നുണ്ട്. ഞങ്ങൾ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോഴും ഒരുപാട് പേര് അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അതൊക്കെ അതിൻ്റെ ഒരു രീതിയിൽ സംഭവിക്കട്ടെ എന്നുള്ളത്. അതൊരു വളരെ എന്താ പറയുന്നത്, ഒരുപാട് ഒരുപാട് ആലോചിക്കുകയും ഒരുപാട് സംസാരിക്കും, ഒരുപാട് ഡിസ്കസ് ചെയ്യുകയും ഒരുപാട് നമ്മൾ പല ലെവൽസിൽ അത് എന്താ പറയുന്നത് ബ്രെയിൻ സ്റ്റോം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സംഗതി. അതങ്ങനെ ഉണ്ടായി വരികയായിരുന്നു. അതിനകത്ത് പല ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇങ്ങനൊരു കഥാപാത്രം ഇവഞ്ച്വലി ചെയ്തേക്കാവുന്ന ഒരു ഡാൻസിൻ്റെ എവല്യൂഷൻ എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കി. ഒബ്വിയസ്ലി അതിനകത്ത് അതിനകത്ത് 2 ഫേസൊക്കെ ആയിട്ടാണ്. അപ്പോൾ ആ ഫസ്റ്റ് ഫേസിൽ വരുന്ന ആ ഒരു എലമെൻറ്റ് ഇതിങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് ഒരു വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. പക്ഷേ ഫ്രം ദെയർ ആ കഥാപാത്രം എങ്ങനെയാണ് ആ സ്റ്റേജിൽ പെർഫോം ചെയ്തേക്കാവുന്നത് എന്നുള്ളതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി, ഭയങ്കര ആർഗ്യുമെൻറ്റുകളും ഒരുപാട് ഒരു ഘട്ടമായിരുന്നു എനിക്ക് തോന്നുന്നത് എവോൾവ് ചെയ്ത് വരുന്നത്. അതിൽ വേറെയും നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് ഉണ്ടായി വരികയായിരുന്നു. പിന്നെ അത് ഒബ്വിയസ്ലി കൊറിയോഗ്രാഫറിന് പുള്ളിയുടേതായ പല പോസിബിലിറ്റികളും പുള്ളി നമുക്ക് കാണിച്ചു തന്നത്. ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ കൺസീവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിങ്ങനെയൊക്കെ പെർഫോം ചെയ്ത് നോക്കാം. അങ്ങനെ കുറേ പരിപാടികൾ ചെയ്ത് നോക്കിയതിൽ നിന്ന് നമ്മൾക്ക് വർക്ക് ചെയ്ത, അതായത് ഒരു ഇലക്ട്രിഫൈങ് മൊമെൻ്റ് എന്ന് പറയുന്നൊരു സംഗതി ആയിരിക്കണമല്ലോ. അപ്പോൾ അത് എന്താണെന്നുള്ളത് പുള്ളി ഡിസൈൻ ചെയ്ത് തന്നെയായിരുന്നു. All right, thank you so much. Any more questions? ഉടൻപണം സമയത്തല്ല, അതിന് മുന്നെയാണ്. ഞാൻ എൻ്റെ സീക്വൻസ് ഷൂട്ട് ചെയ്ത് ആദ്യം സാർ പറഞ്ഞതുപോലെ ആദ്യത്തെ സമയത്താണ്. 2019 എൻ്റെ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നായികാനായകൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. എന്നെ ഇതിലെ ചീഫ് ഉണ്ണിച്ചേട്ടനാണ് വിളിക്കുന്നത്. ഓഡിഷനൊന്നും ഉണ്ടായില്ല. ഇതുപോലൊരു ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനകത്തേക്ക് എൻ്റർ ചെയ്തതാണ്. All right, any more questions? എന്തെങ്കിലും കൂടുതൽ ചോദ്യങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ ഐ തിങ്ക് നമുക്കിത് പ്രസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ആൻഡ് വൺസ് അഗെയിൻ എ ബിഗ് താങ്ക് യു ടു യു മീഡിയ ഫ്രണ്ട്സ് ഫോർ കമ്മിങ് ഹിയർ ആൻഡ് കവറിങ് ദിസ് ഫെൻറ്റാബുലസ് ഈവനിങ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് തുടക്കം മുതലുണ്ടായിരുന്നു, ഇനിയും ഉണ്ടാകുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിലാണ്. സിനിമ ഇന്ന് ഇറങ്ങി, എല്ലാവരും കാണുക. ഒപ്പം തന്നെ ആൻഡ് ഡയറക്ടർ സർ വാണ്ട് ടു സേ സംതിങ് അല്ലേ? അല്ല, തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. കാര്യം ഇത് അങ്ങനത്തെ ഒരു സിനിമയാണ്. ഞങ്ങൾ വളരെ ഹൃദയപൂർവ്വം അത്രയധികം നമ്മൾ എന്താണ് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കാര്യമാണ്. എല്ലാവരും സിനിമ എഫേർട്ട് ഇട്ട് തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒരു പരീക്ഷണത്തിന് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഞാൻ എപ്പോഴും ഒരു മുടി വെട്ടുന്ന കാര്യം, നിങ്ങൾ സിനിമ കണ്ടവരാണ്, പറഞ്ഞു ദയവ് ചെയ്തത്
ഉപയോഗിക്കരുതെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാം. പടത്തിൻ്റെ ഒരു സ്പോയിലറായിപ്പോൾ പ്ലീസ്. All right, thank you so much, sir. And Harshada, you want to say something, അല്ലേ? So when it comes to the age of the film doesn't have an age. അപ്പോൾ നമ്മൾ ഏത് കാലഘട്ടത്തിൽ ഒരു ഫിലിം ഇറങ്ങിയാലും വി അക്സെപ്റ്റ് ഇറ്റ്. ഇപ്പോൾ പഴയ കാലഘട്ടം കാണിക്കുന്ന ഫിലിം ഇപ്പോൾ ഇറങ്ങിയാലും വി ഓൾ അക്സെപ്റ്റ് ഇറ്റ് വിത്ത് ഓപ്പൺ ഹാൻഡ്സ്. So likewise, this is a period that shows the old dance and it's gonna be releasing now. So everyone have to accept it and enjoy the movie and support our whole team. Thank you so much, dear. Thank you so much. And we wish all the very best to the entire team. നിങ്ങളുടെ എല്ലാവരുടെയും നല്ല തുടക്കമാകട്ടെ ഇത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ആൻഡ് മീഡിയ ടീമിനോടുത്ത് പറയാനുള്ളത്, ഞങ്ങൾ തുടക്കം മുതൽ തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷയിലാണ് നമ്മൾ എൻറ്റയർ ടീം ഇരിക്കുന്നത്. ആൻഡ് കീപ് സപ്പോർട്ടിങ് us and do watch the movie and a big congratulations once again. Keep rocking, keep coming with new movies and ideas. Thank you so much. We can take a group picture. എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. മുന്നിലുള്ളവരെ യെസ്. Manju Chechi, you can also join with them. Please go. Yes, Babin Cheta. Sumesh Cheta, Babin Cheta, please. Pratish Cheta.